ഞാനിങ്ങനെ ഓർക്കുകയാണ്, നിങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം മുമ്പ് ഒരു വയലിന് വേണ്ടി ഒരാൾ വാട്സപ്പിൽ ക്ഷണിച്ചു. 6 മാസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോ അദ്ദേഹം മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറും സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. വാട്സപ്പിലാണ് വയലിന് വിളിച്ചത്. പലപ്പോഴും അങ്ങനെ വാട്സപ്പിൽ തന്നെയാണ് വയലിന് വിളിക്കാറുള്ളത്, കാരണം ഞാൻ പലപ്പോഴും പുറത്തായിരിക്കും. അവൻ വാട്സപ്പിലാണ് അവൻ പ്രായം ചെന്ന ആള് എന്നെ പരിപാടിക്ക് ക്ഷണിച്ചത്. പരിപാടി സ്ഥലത്തെത്തിയപ്പോ ഞാൻ അതുവരെ എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ തന്നെയാ ചോദിച്ചതും പറഞ്ഞതും. ഒരു വട്ടം പോലും അയാളെ വിളിച്ചിട്ടില്ല. പരിപാടി സ്ഥലത്തെത്തിയപ്പോ ഞാൻ അദ്ദേഹത്തോട് നമ്പർ ചോദിച്ചു, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ചോദിച്ചു. അങ്ങനെ അയാൾ വേറൊരാളെ നമ്പർ വന്നു, എന്നോട് പറഞ്ഞു ഇയാളെ വിളിച്ചോളൂ, അയാളെല്ലാ സൗകര്യവും ചെയ്ത്. വിളിച്ച ആളെ കാണാതെ വന്നപ്പോ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല എന്നെ പരിപാടിക്ക് ക്ഷണിച്ച ആളാരാ, അയാളൊന്ന് കാണുന്ന എനിക്ക്. നല്ല പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അയാള് നിങ്ങളെയും കാത്ത് വീട്ടിലിരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഭക്ഷണം എന്ന് പറഞ്ഞു. അവിടേക്ക് ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോ വീൽ ചെയറിന്റെ മേലെ എന്നെയും കാത്തിരിക്കുകയാണ്. കൈ പിടിച്ചിട്ട് എന്നോട് പറയാണ്, മോനെ വയലിന് നിങ്ങളെ വിളിക്കുമ്പോ എന്റെ 2 കാലും എന്റെ കൂടെയുണ്ട്. വയലിന് നിങ്ങളെ വീട്ടിലെത്തുമ്പോഴേക്ക് എന്റെ ഒരു കാല് ഖബറിലേക്ക് പോയി. എനിക്കതിൽ ടെൻഷനില്ല, എനിക്കതിൽ വേദനയില്ല. അയാൾ എന്നോട് പറയാണ്, എനിക്കതിലൊരു വിഷമവും പറയാനില്ല. അൽഹംദുലില്ലാഹ് എന്റെ പെൺകുട്ടികളൊക്കെ ഞാൻ വിവാഹം കഴിപ്പിച്ചു. ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടാണ് അവരൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അൽഹംദുലില്ലാഹ് എനിക്കൊരു കടബാധ്യതയും പറയാനില്ല. ഇതുവരെ ഞാൻ ചെയ്ത അമലിന് ഞാൻ ഇതുവരെ കാല് തന്ന റബ്ബിന് നന്ദി ചെയ്തിട്ടില്ല മോനെ. എന്റെ റബ്ബന്റെ കാല് തിരിച്ചു ചോദിച്ചപ്പോ ഞാൻ നല്ല സംതൃപ്തിയോടെ ആ കാല് തിരിച്ചു കൊടുത്തത്. എനിക്കൊരു ടെൻഷനുമില്ല. എന്റെ ഏക ടെൻഷൻ എന്താണ്? എന്റെ കാലേതായാലും ഖബറിലെത്തി. വൈകാതെ ഞാനും ഖബറിലേക്ക് എത്തും. ഖബറിലെത്തുമ്പോ എന്റെ റബ്ബ് തന്ന ഓരോ അവയവങ്ങളെയും മുൻനിർത്തിയിട്ട് എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്താൽ ആ റബ്ബിനോട് എനിക്ക് മറുപടി പറയാൻ കഴിയണം. അതിനെന്റെ ജീവിതത്തിൽ ഇനിയും ധാരാളം സൽക്കർമ്മം ചെയ്യാൻ കഴിയണം. അതിനൊന്ന് ദുആ ചെയ്യണേ മോനെ. എന്തൊരു നല്ല മനസ്സാണ്. കാല് നഷ്ടപ്പെട്ടിട്ടും മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ടില്ല. നമ്മളോ ചെറിയ കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോ ഡോക്ടർമാര് കണ്ണെഴുതി തന്നു. പിന്നെ കാണുന്നവരോടൊക്കെ പറയാണ്, വയസ്സായി കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ഞാൻ ഇപ്പോഴങ്ങ് പോകും, എന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു പോയി. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ നല്ല പ്രതീക്ഷയുള്ളവനാകണം മനുഷ്യൻ. അല്ലാഹ് തരുന്നത് നല്ല സന്തോഷത്തോടെ വാങ്ങാൻ കഴിയണം. അയാളെ മനസ്സ് കണ്ടില്ലേ? കാല് നഷ്ടപ്പെട്ടപ്പോഴും ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്റെ റബ്ബ് തന്ന നിയമത്ത്, ആ റബ്ബ് തന്ന നിയമത്തിനനുസരിച്ച് എനിക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ടെൻഷനാണ് എനിക്കെന്നാണ്. ഞാനിങ്ങനെ ഓർക്കാണ്, പാലക്കാട് ജില്ലയിൽ ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ കൈകാലുകൾ തീരെ ചലനമില്ലാത്ത 2 യുവാക്കള്. ആ യുവാക്കൾ വീൽ ചെയറിന്റെ മേലെയാണ്. അതിലൊരാളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരാളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്തൊരു പ്രതീക്ഷയുള്ള സംസാരങ്ങളാണ്. അവർക്ക് എന്താ വേണ്ടത്? ആഗ്രഹം ചോദിക്കുമ്പോ പറയാനുള്ളത് എന്താണ്? ആത്മഹത്യ നന്നായി മരിക്കണം, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. ഓ എന്റെ മുഅ്മിനേ, കണ്ണിന് തകരാറില്ല, കൈകൾക്ക് തകരാറില്ല, കാലുകൾക്ക് തകരാറില്ല, അവയവങ്ങൾക്ക് തകരാറില്ല. ആഗ്രഹം ചോദിച്ചാൽ എണ്ണിയാൽ തീരുമോ? ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരുമോ? ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ആരോഗ്യം കിട്ടിയ നമുക്ക് നേരം കിട്ടുന്നില്ല. റബ്ബിന്റെ നിഅമത്ത് കിട്ടിയ നമുക്ക് സമയം കിട്ടുന്നില്ല. ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. നമ്മളെ ചിന്ത മുഴുവനും ദുനിയാവിൽ തന്നെ, സങ്കടം മുഴുവനും ദുനിയാവിൽ വന്ന നഷ്ടങ്ങളെ കുറിച്ച് തന്നെ. ഇതല്ലേ നമ്മുടെ മനസ്സ്. അല്ലാഹു ആരോഗ്യം തന്നിട്ട് അതിനനുസരിച്ച് നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലില്ല. ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാകണമല്ലോ. ഈ നിലക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും കുറഞ്ഞുപോയി. ആ നിലക്ക് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരും കുറഞ്ഞുപോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ,
അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് നല്ലൊരു ഉപദേശം തരൂ നബിയേ, എന്നെ ഒന്ന് ഉപദേശിക്കൂ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം വളരെ ചെറിയ ഉപദേശമാണ്. അഖ്ലിസ് നിയതക യക്ഫീകൽ അമലുൽ ഖലീൽ. ഓ മുആദ് ഇബ്നു ജബൽ, നിങ്ങളെ നിയ്യത്തിനെ നന്നാക്കിക്കൂ. അഖ്ലിസ് നിയതക, നിങ്ങളെ നിയ്യത്തിനെ നിങ്ങൾ നന്നാക്കിക്കൂ. യക്ഫികൽ അമലുൽ ഖലീൽ, ചെയ്യുന്ന അമൽ കുറവാണെങ്കിലും അത് നിങ്ങൾക്ക് മതിയേ മുആദ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നിസ്കരിക്കുക എന്നതല്ല, കുറേ നോമ്പെടുക്കുക എന്നതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് സുന്നത്ത് നോമ്പെടുക്കണ്ട എന്നല്ല, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണ്ട എന്നല്ല. ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടെ ആകലാണ് പ്രാധാന്യം. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഒറ്റ റക്അത്തിലും അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷയില്ല. ആ നിസ്കാരം കൊണ്ട് എന്ത് ഫലമാണ്? ഒരു ഫലവുമില്ല. അതേ സ്ഥാനത്ത് ഒരൊറ്റ റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചു, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചു നല്ല ഇഖ്ലാസോടെ ചെയ്യണമെങ്കിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ കുറഞ്ഞ അമല് മതി നിനക്ക്. കുറേ അമല് വേണമെന്നില്ല, ചെയ്യുന്നത് നല്ല നിയ്യത്തോടെയാകണം, ചെയ്യുന്നത് അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചാകണം. അവിടെ മറ്റൊരാളെ പ്രീതി പ്രതീക്ഷിക്കരുത്. അതുകൊണ്ടാണ് ഇസ്രായേലികളുടെ കൂട്ടത്തിൽ പണ്ഡിതനായി ജീവിച്ചിരുന്ന ഒരാള്, അദ്ദേഹം ഏകദേശം സന്നഫ 360 കിതാബ, 360ഓളം കിതാബ് രചിച്ചു. 360 കിതാബ് രചിച്ചു. എത്ര? 360 കിതാബ് രചിച്ചു. ആ പണ്ഡിതൻ 360 കിതാബ് രചിച്ചു. ആ കിതാബുകളെ മഹത്വത്താകെ പറയാൻ തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ അതിന്റെ ഒക്കെ ബഹുമാനം അറിയപ്പെടാൻ തുടങ്ങി. അന്ന് ജീവിച്ച ആ പണ്ഡിതന്റെ കാലത്തുള്ള നബിക്കഥ വഹിയിറക്കുകയാണ്. നിങ്ങൾ ആ പണ്ഡിതന്റെ അടുക്കലേക്ക് പോകണം, എന്നിട്ട് പറയണം, മലഅത്തുൽ അർള നിഫാഖാ ലം തുരിദ് ബിഹി വജ്ഹി വലാ അറദ്ത ബിശൈഇൻ മിൻഹു റിളാ. നിങ്ങൾ ആ പണ്ഡിതനോട് പറയണം, ആ നബിയോട് കൽപ്പിക്കുകയാണ്, ആ പണ്ഡിതന്റെ അടുക്കലേക്ക് പോയിട്ട് പറയണം, നിഫാഖിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്ത അമല് മുഴുവനും. അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച്, എന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ഒരു അമലും നിങ്ങൾ ചെയ്തിട്ടില്ല. എന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു അമലും നിങ്ങൾ ചെയ്തിട്ടില്ല. വഇസ്സതി വജലാലി വലാ തഖബ്ബൽതു ലക അമലാ. നിങ്ങളെ ഒരു അമലും ഒന്ന് സ്വീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയണം എന്ന് പറയാൻ ആ പണ്ഡിതന്റെ കാലത്ത് ജീവിച്ച നബിക്ക് വഹിയിറങ്ങുകയാണ്. ആ നബി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരുപാട് കിതാബ് നിങ്ങൾ രചിച്ചില്ലേ, 360ഓളം കിതാബ്. ഒരൊറ്റ കിതാബും അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത ഒരു അമലും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. എന്തേ കാരണമെന്നല്ലേ? 360 കിതാബ് എഴുതി എന്ന് എണ്ണം പറയാനാണ്, അതുപോലെ ജനങ്ങളുടെ ഇടയിലെ ബഹുമാനം കിട്ടാനാണ്. നിങ്ങളെ കിതാബോ നിങ്ങളെ അമലുകളോ അല്ലാഹു സ്വീകരിച്ചിട്ടേ ഇല്ല. ഇതങ്ങ് കേട്ടപ്പോ ഈ പണ്ഡിതന്റെ മനസ്സ് മാറിപ്പോയി.
ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് ഉറക്കമൊഴിച്ച് കിതാബ് എഴുതിയിട്ടെന്തേ കാര്യം? ഞാൻ എന്ത് അമൽ ചെയ്തിട്ടെന്താ കാര്യം? എന്റെ റബ്ബിന്റെ അടുക്കൽ മഖബൂലല്ലെങ്കിൽ ഞാൻ എത്ര വലിയ അമൽ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. നിന്റെ അടുക്കൽ മഖബൂലല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ലല്ലോ. കിതാബ് മുഴുവനും അങ്ങ് മാറ്റിവെച്ചു. അതാ ഒരു മലയോര പ്രദേശത്തേക്ക് പോയി ഒറ്റക്ക് ഇബാദത്ത് തന്നെ. ഇനി ഞാൻ കിതാബ് എഴുതാനില്ല, ഒരു സംഗതിയും ചെയ്യാനില്ല. ഞാൻ ഇനി ഇബാദത്തിലായി റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ ആരും എന്നെ കാണേണ്ടതില്ല. അങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് ആ നബിയിലേക്ക് അല്ലാഹു പിന്നെയും വഹിയിറക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് പറയണം, അല്ല പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കലം അള്ളാന്റെ തൃപ്തി പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് വെറും ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇബാദത്തെടുക്കല് മാത്രമല്ല, മനുഷ്യന്റെ അതേ പാവങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം, അതേ നിർധരനായ ആളുകൾക്ക് കിട്ടേണ്ടത് കിട്ടണം, രോഗികൾക്ക് കിട്ടേണ്ട പരിചരണം കിട്ടണം. മുഴു സമയവും നിസ്കാരമാണ്, സ്വന്തം ബാപ്പക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിൽ പിറകിലാണ്, മുഴു സമയവും എല്ലാ ദിവസവും നോമ്പാണ്. പക്ഷേ സ്വന്തം ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടൂല, നാട്ടിൽ പാവപ്പെട്ടവനെ പരിഗണിക്കൂല, പാവപ്പെട്ടവനെ കൈത്താങ്ങൂല, യതീമിനെ സ്നേഹിക്കൂല, പാവങ്ങളെ സ്നേഹിക്കൂല. സ്ഥാപനങ്ങൾക്ക് ധാരാളം സദഖ ചെയ്യും, ഉസ്താദുമാരെ കയ്യിൽ ധാരാളം പണം കൊടുക്കും, ഉസ്താദുമാരെ സഹായിക്കും. പക്ഷേ പാവങ്ങളെ പരിഗണിക്കൂല, യതീമുകളെ സ്നേഹിക്കൂല. അവന്റെ അമലും മഖബൂലാകൂല. അല്ലാഹുദായി നബി അയച്ചിട്ട് പറയാണ്, നിങ്ങളെ ഒരു അമലും ഇതുവരെ എടുത്തതും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല കേട്ടോ. ഇതങ്ങ് കേട്ടപ്പോ ഈ പണ്ഡിതന്റെ മുഖത്തിന്റെ നിറം മാറാൻ തുടങ്ങി. ഞാൻ 360ഓളം കിതാബ് രചിച്ചു, എന്റെ നിയ്യത്ത് തന്നില്ല എന്ന് പറഞ്ഞുള്ള കബൂൽ ചെയ്തില്ല. ഞാനിതാ ഒറ്റക്ക് വന്ന് ഇബാദത്തെടുത്തു, ആരും കാണുന്നില്ലല്ലോ, എന്റെ റബ്ബ് മാത്രം കാണണമെന്ന് ചിന്തിച്ച് ഞാൻ എടുത്ത അമലും റബ്ബിന്റെ അടുക്കലും മഖബൂലായില്ലല്ലോ. വല്ലാത്ത ടെൻഷനായി പോയി. അപ്പോഴാണ് ഇൽഹാം ഇട്ട് കൊടുക്കുന്ന നബി പറയാണ്, നിങ്ങൾ ഇവിടുന്ന് അങ്ങാടിയിലേക്ക് പോകണം, പോരാ അവിടെ പോയിട്ട് പാവങ്ങളെ സഹായിക്കണം. യതീമുകളെ തലയോടിക്കണം, പാവങ്ങളെ സഹായിക്കണം, വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കണം, നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യണം, രോഗിയായി കിടന്നവരെ സഹായിക്കണം, ഭക്ഷണം കിട്ടാത്തവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, ഔലിയാക്കൾക്ക് മുഴുവനും നേതാവായിരുന്നില്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? എന്തൊക്കെ ഇബാദത്തുകളാ ജീവിതത്തിൽ ചെയ്തു വെച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചിന്തിച്ചില്ലേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മറികടക്കണം, ഇബാദത്തിന്റെ വിഷയത്തിൽ മറികടക്കണം, ഇബാദത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ മേലെയാകണമെന്ന് ചിന്തിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട ഒരു ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ആരുമില്ല, സഹായിക്കാനാണില്ല, പ്രായം എന്ന് കിടപ്പിലായി പോയ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആ ഉമ്മ പറഞ്ഞതെന്താണ്? രാത്രിയിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് വന്നിട്ട് ഉമർ ഇബ്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഉമ്മക്ക് വേണ്ട സർവ്വ ഖിദ്മത്തുകളും ചെയ്തിട്ട് പോയി, മോനെ എന്റെ ഖിദ്മത്ത് മുഴുവനും അബൂബക്കർ സിദ്ദീഖാണ്. ഇബാദത്തിൽ എത്ര മുൻപന്തിയിലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പാവങ്ങളെ സഹായിക്കുന്നതിലും അതുപോലെ തന്നെയാണ്, വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിലും അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയുമോ എന്ന് പേടിച്ച് പാവങ്ങളെ സഹായിക്കാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ പാവങ്ങൾക്ക് സദഖ ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മറിച്ച് പാവങ്ങളെ സഹായിക്കണം, ജനങ്ങളിൽ അതേ വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കണം, അതേ നല്ല നല്ല സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തണം, അവർക്ക് വേണ്ട സഹായം
സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. അത് വലിയ ഫലമുള്ള കാര്യമാണ്. ആ ഇസ്രായേലി പണ്ഡിതനോട് ഈ വന്ന നബി പറയാണ്, നിങ്ങൾ പോയിട്ട് അത് ഈ പാവങ്ങളെ സഹായിക്കണം, വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കണം. ആ ഇബാദത്തിലായി ലയിച്ച് ജീവിക്കുന്ന പണ്ഡിതൻ അതാ വീണ്ടും അതേ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോയി വീണ്ടും ഇബാദത്തിൽ ലയിച്ചു, പാവങ്ങളെ സഹായിച്ചു, പാവപ്പെട്ടവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തു, യതീമുകളെ തലചാടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി നന്മകൾ ചെയ്തപ്പോൾ വീണ്ടും ആ നബിക്കതാ വഹിയിറക്കുന്നു. അൽആൻ അസബ്ത റിളാഇ, പറയൂ നബിയെ ആ പണ്ഡിതനോട്, ഇപ്പോഴാണ് എന്നെ തൃപ്തി കിട്ടിയതെന്ന് പറയൂ നബിയേ. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യണം. അവന്റെ അടുക്കൽ ബഹുമാനം കിട്ടണമെന്ന നിലക്ക് ചെയ്യണം. അവന്റെ അടുക്കൽ ആദരവ് കിട്ടാൻ വേണ്ടി ചെയ്യണം. ജനങ്ങളെ ബഹുമാനിക്കാനാകരുത്, ജനങ്ങളെ ആദരിക്കാനാകരുത്. അതുകൊണ്ടാ മഹാനായ അബ്ദുല്ലാഹുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താണ് ഇഖ്ലാസ് എന്ന് ചോദിച്ചപ്പോ, അയ്യഖൂന ഖസ്ദുൽ ഇൻസാൻ ഫീ ജമീഇ ത്വാഅതിഹി വഅമാലിഹി മുജറദൻ തഖറബ ഇലല്ലാഹി തആല വഇറാദത്തു ഖുർബിഹി വറിളാഹ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വഴിപ്പെടലാണ്, അവന്റെ തൃപ്തി പ്രതീക്ഷിക്കലാണ്, അവനോട് അടുക്കൽ പ്രതീക്ഷിക്കലാണ്, അവന്റെ പൊരുത്തം കിട്ടൽ പ്രതീക്ഷിക്കലാണ്. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അല്ലാഹുവായി എടുക്കണം, അവന്റെ പൊരുത്തം കിട്ടണം, അവന്റെ അടുക്കൽ സ്ഥാനം കിട്ടണം, അവന്റെ അടുക്കൽ ബഹുമാനം കിട്ടണം. ജനങ്ങൾ കിട്ടണമെന്ന് ചിന്തിക്കലല്ല, ജനങ്ങൾ ആദരിക്കണമെന്ന് ചിന്തിക്കലല്ല. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വഅലം, നീ മനസ്സിലാക്കി വെക്കണം, അന്നൽ ഇബാദത ലാ തസിഹു ബിദൂനൽ ഇൽം, ഒരു ഇബാദത്തും അറിവിനെ കൂടാതെ സ്വീകരിക്കൂല. ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഓതുന്ന ഫാത്തിഹ തെറ്റാണ്, നിസ്കാരം കൊണ്ട് ഫലമില്ലല്ലോ. അറിവോടുകൂടെ ചെയ്യുന്ന ഇബാദത്തിനാണ് ഫലം. അപ്പൊ അറിവ് വേണം. വൽ ഇൽമു വൽ ഇബാദത്തു, ഇൽമാകട്ടെ ഇബാദത്താകട്ടെ, ലാ യൻഫഅനി ഇല്ലാ മൻ ഇഖ്ലാസ്. അതേ അറിവുണ്ട്, പക്ഷെ ഇഖ്ലാസ് ഇല്ല, അതുകൊണ്ട് ഫലമുണ്ടാകൂല. അതാ നമ്മൾ പറഞ്ഞ അതേ ആ പണ്ഡിതന്റെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്. അറിവുണ്ട്, പക്ഷേ അതിന് അറിവുള്ളതിനനുസരിച്ച് ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ആ അറിവ് കൊണ്ട് ഫലമുണ്ടാകൂല. നിങ്ങൾ നോക്കൂ, ഇബ്ലീസിന് എത്ര വലിയ അറിവ് കയ്യിരുന്നു, അറിവിന് കുറവില്ല, നല്ല പാണ്ഡിത്യമായിരുന്നു, പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇഖ്ലാസ് ഇല്ല. അതുകൊണ്ടല്ലേ അല്ലാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ ഇബ്ലീസ് അല്ലാഹുവോട് ചോദിച്ചത് എന്താണ്? മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദമിന് ഞാൻ സുജൂദ് ചെയ്യാനോ? മണ്ണുകൊണ്ട് പടക്കപ്പെട്ട ആദമിന് ഞാൻ സുജൂദ് ചെയ്യാനോ റബ്ബേ? അല്ലാഹ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കാനുള്ള മനസ്സ് കാണിച്ചില്ല, റബ്ബിന്റെ മുന്നിൽ തലകുനിച്ചില്ല, അള്ളാന്റെ തൃപ്തി പ്രതീക്ഷിച്ചില്ല. അറിവുണ്ടായാൽ പോരാ, അറിവുള്ളതോടൊപ്പം തന്നെ ആ അറിവിന് ഏറ്റവും വലിയ മുഖ്യ ഘടകമാണ് ലാ യൻഫഅനി ഇല്ലാ മഅൽ ഇഖ്ലാസ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൽ ഇബാദത ലാ തസിഹു ബിദൂനൽ ഇൽമി, ഒരു ഇബാദത്തും വിവരമില്ലാത്തവൻ അത് സ്വീകരിക്കൂല. വൽ ഇൽമു വൽ ഇബാദത്തു, ഇൽമും ഇബാദത്തും ലാ യൻഫഅ, അതുകൊണ്ട് ഫലം കിട്ടൂല. ഇല്ലാ മഅൽ ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടെ അല്ലാതെ. നല്ല തഖ്വയും ഇഖ്ലാസും ഇല്ലെങ്കിൽ അവന്റെ അറിവ് കൊണ്ട് ഫലമുണ്ടാകൂല. അവന്റെ അറിവിനോ അവന്റെ പ്രവർത്തനങ്ങൾക്കോ ഇബാദത്തിനോ ഫലമുണ്ടാകൂല. ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചാകണം. അതുതന്നെയാണ് മഹാനായ അബുൽ ഖാസിമുൽ ഖുശൈരി റഹിമഹുല്ലാഹ് തങ്ങളും പറഞ്ഞത്, മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ലയിക്കണം. എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുവിലേക്ക് മാത്രമാകണം. അവന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചിന്ത അല്ലാഹുവിലേക്ക് അടുക്കലാകണം.
അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിക്കലാകണം, അള്ളാഹുവിന്റെ അടുക്കലുള്ള ബഹുമാനമാകണം, ജനങ്ങളുടെ ഇടയിലുള്ള ബഹുമാനമാകരുത്. അതുകൊണ്ടാണ് മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബാദത്തിൽ വലിയ ഇബാദത്താണ് അള്ളാഹനെ ദിക്ർ ചെയ്യൽ കേട്ടോ. വലിയ ഇബാദത്താണ് അല്ലാഹുവിന്റെ ദിക്ർ. അല്ലാഹുവിന്റെ ദിക്റിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ലില്ലാഹി തബാറക വതആല മലായികതൻ സയ്യാറതൻ ഫുളലാ. അള്ളാഹ്ക്ക് പ്രത്യേകമായ ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവർ സയ്യാറത്തൻ ഫുളല, അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്തിനാണ് ആ മലക്കുകൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരുള്ളത്? അള്ളാഹിനെ ദിക്ർ ചെയ്യുന്നവർ അന്വേഷിച്ച് നടക്കുന്ന മലക്കുകളുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്ർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നീണ്ടതാണ്. ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ദിക്ർ ചൊല്ലിയിട്ട് അവർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കുകയാണ്. യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക വയഹ്മദൂനക വയസ്അലൂനക യാ അല്ലാഹ്. ആ ദിക്ർ കണ്ടു വന്ന മലക്കുകളോട്, എവിടുന്നാ മലക്കുകളെ നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹിനോട് മലക്കുകൾ പറയാണ്, യുസബ്ബിഹൂനക, അല്ലാഹ് അവർ നിന്റെ തസ്ബീഹിലായി സമയം കളയുന്നു അല്ലാഹ്. വയഹ്മദൂനക, അവർ നിന്നെ സ്തുതിക്കുന്നു അല്ലാഹ്. വയുകബ്ബിറൂനക, അവർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. വയസ്അലൂനക, അവർ നിന്നോട് പ്രാർത്ഥിക്കുന്നു അല്ലാഹ്. വമാലാ യസ്അലൂനനി, അവരെന്താ മലക്കുകളെ എന്നോട് ചോദിക്കുന്നത്? വമാലാ യസ്അലൂനി, എന്താ അവരെന്നോട് ചോദിക്കുന്നത്? ഖാലു യസ്അലൂനക ജന്നതക, അല്ലാഹ് അവർ നിന്നോട് നിന്റെ സ്വർഗ്ഗം ചോദിക്കുന്നു അല്ലാഹ്. ഫഹൽ റഔ ജന്നതി, അല്ലാഹുവിന്റെ ചോദ്യം, ഓ മലക്കുകളെ, അല്ലാഹുവിന്റെ ദിക്റിനായി സമയം ചെലവഴിക്കുന്ന ജനങ്ങൾ, ഹൽ റഔ ജന്നതി, അവരെന്റെ സ്വർഗ്ഗം കണ്ടവരാണോ? ഇല്ല അല്ലാഹ്, അവർ കണ്ടിട്ടില്ല. വയസ്തജീറൂനക, അവര് കാവലിനെ ചോദിക്കുന്നു അല്ലാഹ്. വമിമ്മ യസ്തജീറൂനനി, എന്തിൽ നിന്നാണ് അവരെന്നോട് കാവലിനെ ചോദിക്കുന്നത്? ഖാലൂ മിന്നാരിക, നരകത്തിൽ നിന്നാണല്ലോ. ഹൽ റഔ നാരി, അവരെന്റെ നരകം കണ്ടിട്ടുണ്ടോ മലക്കുകളെ? ഖാലൂലാ, അപ്പോഴല്ലേ റബ്ബിന്റെ മറുപടി, നരകം കാണാതെ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്ന എന്റെ മുഅ്മിനീങ്ങള്, അതുപോലെ സ്വർഗം കാണാതെ സ്വർഗം പ്രതീക്ഷിച്ച് എന്റെ ദിക്റിലായി സമയം ചെലവഴിക്കുന്ന ജനങ്ങള്, വയസ്തഗ്ഫിറൂനക, എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഫഖദ് ഗഫർതു ലഹു, എന്റെ ദിക്റിലായി, എന്റെ അതേ ദിക്റിലായി ഇഖ്ലാസോടെ ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക് ഫഖദ് ഗഫർതു ലഹു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു മലക്കുകളെ. വഅതൈതുഹും മാ സഅലൂ വഅജർതുഹും മിമ്മ ഇസ്തജാറൂ, അവർക്ക് ഞാൻ ചോദിച്ചതൊക്കെ കൊടുക്കുന്നുണ്ട് മലക്കുകളെ. പോരാ, അവരെന്നോട് കാവലിനെ ചോദിച്ചതിൽ നിന്ന് ഞാൻ അവർക്ക് കാവലിനെ കൊടുത്തിരിക്കുന്നു. അപ്പൊ മലക്കുകൾ പറയാണ്, ഫയഖൂലൂൻ റബ്ബി ഫീഹിം ഫുലാൻ, അക്കൂട്ടത്തിൽ ഒരു ചങ്ങാതിയുണ്ട് അല്ലാഹ്. ആ ദിക്റിന്റെ മജ്ലിസിൽ വന്ന ദിക്ർ ചൊല്ലുന്ന ആളുകളെ കൂട്ടത്തിൽ ഒരാളുണ്ടല്ല, അബ്ദുൻ ഖത്താ, വല്ലാതെ തെറ്റിയുന്നവനാണ് അവന് റബ്ബേ, അവൻ വല്ലാതെ തെറ്റിയും. ഇന്നമാ മർറ ഫജലസ മഅഹും, അവൻ ആ ദിക്റിന്റെ മജ്ലിസിലേക്ക് വന്നതല്ല, മറിച്ച് അതിലെ പോകുമ്പോൾ അവിടെ വയലിന്റെ സദസ്സ് കണ്ടിട്ട് കയറിയിരുന്നതാണ്. അതിൽ പോകുമ്പോൾ ദിക്റിന്റെ മജ്ലിസ് കണ്ടിട്ട് കയറിയിരുന്ന ദിക്ർ ചൊല്ലിയതാണ്. അപ്പൊ അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുകയാണ്, അവന്റെ കാര്യമോ? ഫഖദ് ഗഫർതു ലഹു, ഞാൻ അവനിക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹു, സാലിഹീങ്ങളെ കൂടെ കൂടിയതല്ലേ, ആ മഹാന്മാരെ കൂടെ കൂടിയവർക്ക് അതിന്റെ ബഹുമാനമുണ്ട് മലക്കുകളെ. ആ തെറ്റ് ജീവിതത്തിൽ ധാരാളം ചെയ്തു
ചെയ്തിട്ട് അവസാനം ദിക്റിന്റെ മജ്‌ലിസിലെത്തിയിട്ട് എന്നോട് പൊറുക്കലിനെ ചോദിച്ചവരില്ലേ, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, വദിക്റുല്ലാഹി തആല ലർബാനി, അല്ലാഹുവിന്റെ ദിക്ർ രണ്ട് വിധത്തിലുണ്ട്. ദിക്റും ബിൽ ഖൽബി വദിക്റും ബിൽ ലിസാൻ. നാവ് കൊണ്ടുള്ള ദിക്റുണ്ട്, ഖൽബ് കൊണ്ടുള്ള ദിക്റുണ്ട്. വദിക്റുൽ ഖൽബി നൗആനി, ഹൃദയം കൊണ്ടുള്ള ദിക്ർ രണ്ട് വിധത്തിലാണ്. അഹദുമാ വഹുവ അർഫഉൽ അസ്കാർ വഅജ്ലുഹാ, അതേ ഒന്ന് മറ്റൊന്നിനേക്കാൾ ബഹുമാനമാണ്. അൽ ഫിക്റു ഫീ അളമത്തില്ലാഹി തആല വജലാലിഹി വജബറൂതിഹി വമലകൂതിഹി വആയാതിഹി ഫീ സമാവാതിഹി വഅർളിഹി. ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിക്ർ, അല്ലാഹു തന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിക്ർ, അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ആലോചിക്കുന്ന ദിക്ർ, അവന്റെ ആകാശത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിക്ർ, അവന്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിക്ർ. നല്ല വെയിൽ വന്നപ്പോ വൃക്ഷങ്ങളൊക്കെ വാടിപ്പോയി, ചെറിയൊരു മഴ വന്നപ്പോ ഒക്കെയും പച്ച പിടിച്ചു പോയി. എന്തൊരു അത്ഭുതമാണ്! അങ്ങനെ തുടങ്ങി എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ. അതൊക്കെ നോക്കിയിട്ട് ചിന്തിക്കുന്നവൻ അവന്റെ ദിക്റിന് വലിയ ബഹുമാനമാണ്. മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്തേ കാരണമെന്നല്ലേ, അവന്റെ ചിന്ത അതേവനാ ചിന്തിക്കുന്നത് മുഴുവനും അല്ലാഹുവിനെ കുറിച്ചാണ്, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. അതിന് മറ്റൊന്ന് അതേ കളങ്കമില്ലാത്ത ഇബാദത്താണ്. ജനങ്ങൾ കേൾക്കുമെന്ന പ്രതീക്ഷയില്ല, ജനങ്ങൾ അറിയുമെന്ന പ്രതീക്ഷയില്ല, ജനങ്ങൾ ആദരിക്കുമെന്ന പ്രതീക്ഷയില്ല, ജനങ്ങൾ ബഹുമാനിക്കുമെന്ന പ്രതീക്ഷയില്ല. മറിച്ചവന്റെ ദിക്റോ അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. ആ ദിക്റിനാണ് നാവ് കൊണ്ടുള്ള ദിക്റിനേക്കാൾ ബഹുമാനമെന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം നമ്മൾ. ആ നിഅമത്തിനനുസരിച്ച് റബ്ബിനോട് നന്ദിയുള്ളവരാകണം നമ്മൾ. ആ റബ്ബിനെ നന്ദി ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ജീവിതം മുഴുക്കെ നമ്മൾ നന്ദി ചെയ്താലും, നമ്മളെ ജീവിതം മുഴുക്കെ നന്ദി ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചാലും ഒരൊറ്റ കണ്ണിന് മാത്രം, രണ്ട് കണ്ണിനല്ല ഒരൊറ്റ കണ്ണിന് മാത്രം അതേ റബ്ബിനെ നന്ദി ചെയ്ത് തീർക്കാൻ ഈ പാവപ്പെട്ട മുതല്ലിമിന് സാധിക്കുമോ? കോടികൾ കൊടുത്താൽ, കൊതി വില കൊടുത്താൽ കിട്ടുന്നതാണോ നമ്മുടെ കണ്ണിന്റെ കാഴ്ച? ചോദിക്കട്ടെ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മുതലാളിയാണ്. എന്താ അയാളെ പരിപാടി? അയാൾക്ക് മിനറൽ വാട്ടർ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വിൽക്കലാ പരിപാടി. വലിയ മുതലാളിയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, റബ്ബിന്റെ തീരുമാനം ഒരു കോപ്പ വെള്ളം കുടിക്കാൻ പാടില്ല. ഞാൻ മിനറൽ വാട്ടറിന്റെ ഫാക്ടറിയുടെ മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാന്റെ തീരുമാനം ഒരു കോപ്പ് വെള്ളം കുടിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ മറികടക്കാൻ കഴിയുന്ന മുതലാളിമാരാരാണ്? ആ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന മുതലാളി ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിന്റെ മുതലാളി അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ചോദിക്കട്ടെ മുസ്ലിമേ, ഞാൻ ഹോസ്പിറ്റലിന്റെ മുതലാളിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? എന്റെ കീഴിലാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത്. ഇരിക്കട്ടെ, എന്റെ കീഴിലെ ജോലിക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടർമാർ. കാര്യമുണ്ടോ? അറ്റാക്ക് വന്നാൽ പിടിച്ചു വെക്കാൻ കഴിയുന്ന ഡോക്ടർ അവിടെ? മുതലാളിയുടെ അറ്റാക്ക് അവിടെ നിൽക്കട്ടെ, സ്വന്തം ഡോക്ടറായ ഡോക്ടറുടെ അറ്റാക്ക് ഡോക്ടർക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? കഴിയൂല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ കയ്യിലുള്ള ഒന്നിനും വിലയില്ല. നമുക്ക് ചിലപ്പോ തോന്നുകയാണ്, ഞാൻ എത്രയാ പഠിച്ചത്, എന്റെ ബഹുമാനം എത്രയാ, ഞാൻ എത്രയാ പണമുണ്ടാക്കി വെച്ചത്. എന്ത് പണം, എന്ത് പഠനം? നിന്റെ പഠനം കൊണ്ടോ നിന്റെ പണത്തിന്റെ ശക്തി കൊണ്ടോ ഒരു ഫലവും ലഭിക്കൂല. അതുകൊണ്ട് നീ ചെയ്യുന്ന അമല് അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ നീ എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല, എത്ര വലിയ ഹോസ്പിറ്റലിന്റെ മുതലാളിയായിട്ടും കാര്യമില്ല. വലിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുകയാണ്, കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെട്ട ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തെ ഈ അടുത്ത് കാണാൻ ചെന്നപ്പോൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു. ക്യാൻസറാണ്, അല്ലാഹുവേ പൂർണ്ണമായി ശിഫ നൽകണം റഹ്മാനെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വലിയ ഹോസ്പിറ്റലിന്റെ മുതലാളിയായതുകൊണ്ട് ക്യാൻസർ വരാതിരിക്കൂല. വലിയ ഹോസ്പിറ്റലിന്റെ മുതലാളിയായതുകൊണ്ട് ഹൃദയ അറ്റാക്ക് വരാതിരിക്കൂല, രോഗങ്ങൾ വരാതിരിക്കൂല. അറ്റാക്കിന് ചികിത്സിക്കേണ്ട ഡോക്ടർക്ക് അറ്റാക്കാണ്. തടുക്കാൻ കഴിയുന്ന ഡോക്ടർമാരെവിടെ? ഒരു സിട്ടിക്കും കഴിയൂല. ഈമാനുള്ള മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാന്റെ അടുക്കൽ പോകുമ്പോൾ മഖബൂലായ അമല് വേണം. അതുണ്ടെങ്കിലോ വലിയ സന്തോഷത്തിൽ പോകാൻ കഴിയും, വലിയ സമാധാനത്തിൽ പോകാൻ കഴിയും. അള്ളാന്റെ അടുക്കലാ ബഹുമാനം കിട്ടേണ്ടത്, നിന്റെ അടുക്കലാണ് ആദരവ് കിട്ടേണ്ടത്. പണക്കാരൻ ആദരവ് കിട്ടാതെയായി പോകൂല, പണമുള്ളത് കൊണ്ട് ആദരവ് കിട്ടാതിരിക്കൂല, പണമില്ലാത്തത് കൊണ്ടും ആദരവ് കിട്ടാതിരിക്കൂല. എന്തേ കാരണം? അള്ളാഹ് പണം നോക്കിയിട്ടല്ല ആഖിറത്തിന്റെ പദവി കൊടുക്കുന്നത്. പദവി കൊടുക്കുന്നത് അല്ലാഹുവിലേക്ക് ജീവിക്കുന്ന ഇഖ്ലാസോടുകൂടെയുള്ള അമല് നോക്കിയിട്ടാണ്. ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അമല് ഉമ്മമാരെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. നാവിന് വളരെ എളുപ്പം പറയാൻ കഴിയുന്ന, ചൊല്ലാൻ കഴിയുന്ന രണ്ട് വാക്കുകൾ വളരെ എളുപ്പമാണ്. വസഖീലത്താനി ഫിൽ മീസാൻ. മീസാനിൽ വലിയ ഭാരം കിട്ടുന്ന വലിയ അമലാണ്. നന്മതിന്മകൾ അളക്കുമ്പോൾ വലിയ ബഹുമാനം കിട്ടുന്ന അമലാണ്. കലിമത്താനി ഖഫീഫത്താൻ. വളരെ ചെറിയ രണ്ട് വാക്കുകളാണ്, കലിമത്തുകളാണ്. വസഖീലത്താനി ഫിൽ മീസാൻ. പാരത്രിക ലോകത്ത് നന്മതിന്മകൾ അളക്കുമ്പോൾ നന്മക്ക് ഭാരം കൂട്ടാൻ അത് നല്ലതാണ്. ഉമ്മമാരെ മനസ്സിലാക്കണേ, അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ദിക്റിന് വലിയ ബഹുമാനമാണ്. തുലാസിൽ വലിയ ഭാരം കിട്ടാൻ നല്ലതാണ്. അധികരിപ്പിക്കണേ ഉമ്മമാരെ. നമ്മളെ വീട്ടുജോലിക്കിടയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, നമ്മളെ നടത്തത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് ചെറുപ്പക്കാരി. നമ്മളെ ബൈക്ക് യാത്രയിൽ ചെയ്യാൻ കഴിയുന്നതാണ് ചെറുപ്പക്കാരി. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ ചിന്തിക്കേണ്ടത്, നാട്ടുകാരൊക്കെ ഞാൻ ഈ ബൈക്കുമായി പോകുന്നത് കാണുന്നുണ്ടോ എന്നല്ല, എന്റെ സ്പീഡ് നോക്കിയിട്ട് അത്ഭുതം പറയുന്നുണ്ടോ എന്നല്ല, ജനങ്ങളൊക്കെ എന്റെ പവർ കാണുന്നുണ്ടോ എന്നല്ല, എന്റെ പ്രാമുഖ്യം കാണുന്നുണ്ടോ എന്നല്ല, എന്റെ കഴിവ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നല്ല. ഏത് സമയത്തും ആക്സിഡന്റിൽ പെട്ടേക്കാം. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അത്യാവശ്യത്തിന് തന്നെ ബൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓ എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ വാപ്പ പറഞ്ഞത്. ബൈക്ക് എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ബൈക്കുമായിട്ട് കുറ്റിയാടി സിറാജുൽ ഹുദയിലേക്ക് ചെന്നപ്പോ എന്നോട് പറഞ്ഞതാണ്, ഇപ്പൊ അല്ല കുറച്ചു മുമ്പ്. അപ്പൊ എന്നോട് പറയാണ്, ബൈക്ക് കയറിയ കിബറുണ്ടാവും, അതുകൊണ്ട് എനിക്ക് ബൈക്ക് കയറുന്ന വലിയ ഇഷ്ടമല്ല എന്നുള്ളത്. ബൈക്ക് പരമാവധി ഉപയോഗിക്കരുത്. ഞാൻ മുടക്കുന്നില്ല, അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ഒരു സാധനം വാങ്ങാൻ കുടുങ്ങി പിന്നെ ബൈക്ക് എടുക്കണ്ടെന്ന് ബാപ്പ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച സംഗതി നടക്കാതെ ആയി പോകണ്ട. അത്ര അത്യാവശ്യത്തിനല്ലാതെ ബൈക്ക് ഉപയോഗിക്കരുത്. ബൈക്കിൽ കയറിയാൽ കിബറുണ്ടാകുമെന്ന് ഉപ്പന്റെ ബാപ്പ ഉപദേശിച്ചിട്ടുണ്ട് പോലും. ബാപ്പ എന്നെ ഉപദേശിച്ചതാണ്. ഓ ചെറുപ്പക്കാരെ, അത്യാവശ്യത്തിന് വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടല്ലാതെ ഉപയോഗിക്കരുത് കേട്ടോ. ഇന്നിവിടെ വരുമ്പോൾ നമ്മളൊരു പ്രവർത്തകൻ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ശുഹദാക്കളിൽ പെടുത്തി കൊടുക്കണം റഹ്മാനേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബൈക്ക്
ബൈക്കിൽ പോകുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, ചൊല്ലാൻ കുറെ ബുദ്ധിമുട്ടില്ല, ചൊല്ലാൻ കുറെ അധ്വാനിക്കേണ്ടതില്ല, വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ദിക്റാണ്. ചൊല്ലിക്കോ, ബൈക്കിന്റെ മേലെ വെച്ച് ചൊല്ലിക്കോ, നടത്തത്തിൽ ചൊല്ലിക്കോ, ഇരുത്തത്തിൽ ചൊല്ലിക്കോ, നൃത്തത്തിൽ ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വലിയ ബഹുമാനമുള്ള ദിക്റാണ്. നന്മതിന്മകൾ അളക്കുമ്പോ നന്മയുടെ ഭാഗം തൂക്കം കൂടാതെ കാരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ നാവ് എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിലായി ചലിച്ചുകൊണ്ടിരിക്കണം. അതിനത്രയൊന്നും അധ്വാനം വരൂല. നിങ്ങൾ നോക്ക്, ടൊയോട്ടയുടെ കമ്പനിയിൽ അല്ലേ, നിങ്ങളൊരു വാഹനം എടുക്കാൻ വേണ്ടി പോയാൽ എന്തൊക്കെ അയാൾക്ക് കാറിന്റെ ബഹുമാനം പറയാനുള്ളത്, ഏതൊക്കെ രൂപത്തിലാണ് അയാൾ അവതരിപ്പിക്കുന്നത്, എത്രയാണ് നമ്മളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ അധ്വാനിക്കുന്നത് അല്ലേ. അതുപോലെ ഒരു കമ്പനിയിൽ നമ്മൾ പോയാൽ എത്രയാണ് നമ്മൾ ആ സാധനം നമ്മളെ കയ്യിൽ എത്തുന്നത് വരെ അവര് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനത്രയൊന്നും പണിയില്ല, വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വലിയ ബഹുമാനമാവും ഉമ്മമാരെ. ആഖിറത്തിലേക്ക് ചൊല്ലുമ്പോൾ വൻപട നന്മകൾ തൂങ്ങിക്കാണാൻ, നന്മക്ക് ഭാരം കിട്ടാൻ നല്ലതാണെന്ന് സാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനങ്ങ് നിർത്തട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്നഹു ജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ فبينما هو عنده إذا أقبل أبو ذر الغفاري رضي الله عنه. സമയത്ത് അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു മജ്ലിസിലേക്ക് വന്നു. فنظر إليه جبريل عليه السلام. അബൂ ദർ അൽ-ഗിഫാരി തങ്ങളെ കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് നോക്കി. നോക്കുന്ന കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, യാ അമീനല്ലാഹ് അതഅരിഫൂനഹു അതഅരിഫൂന ഇസ്മ അബീ ദർ. അബൂ ദർറിനെ പരിചയമുണ്ടോ ജിബ്രീലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുകയാണ്. ജിബ്രീൽ ഇങ്ങനെ അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കണ്ട കണ്ടപ്പോ ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അബൂ ദർറിനെ അറിയോ ജിബ്രീലേ? നാം നബിയെ അറിയാം, അബൂ ദർറിനെ അറിയാം. അഅറഫു ഫിസ്സമാഇ മിൻഹു ഫിൽ അർള്. ഭൂമിയിലുള്ളവരെക്കാൾ കൂടുതൽ ആകാശത്തുള്ളവർക്ക് അബൂ ദർറിനെ അറിയാം നബിയേ. അബൂ ദർറിനെ ഭൂമിയിലുള്ളവരെക്കാൾ കൂടുതൽ ആകാശത്തുള്ളവർക്കറിയാം. وأن ذلك بدعاء يدعو به في كل يوم مرتين. എന്റെ അബൂ ദർ അൽ-ഗിഫാരി തങ്ങള് വാനലോകത്ത് ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം, 2 വട്ടം അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദുആ നടത്തും. ദിവസവും 2 വട്ടം ഒരു ദുആ നടത്തും. വതഅജ്ജബത്തുൽ മലായികതു മിൻഹു. മലക്കുകൾ അതിന്റെ കാരണത്താൽ അബൂ ദർ അൽ-ഗിഫാരി തങ്ങളിൽ അത്ഭുതപ്പെട്ടു പോയി. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ദുആ അബൂ ദർ അൽ-ഗിഫാരിക്ക് എവിടെന്നാ കിട്ടിയത്? റസൂലുള്ളാഹി വിളിപ്പിച്ചു അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദർ അൽ-ഗിഫാരി തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ആ പ്രാർത്ഥന എന്താണ് അബൂ ദർ അൽ-ഗിഫാരി? فقال رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബൂ ദർ, ഓ അബൂ ദർ, ദുആഇൻ തദ്ഉ ബിഹി ഫീ കുല്ലി യൗമിൻ മർറതൈൻ. എല്ലാ ദിവസവും 2 പ്രാവശ്യം ദുആർക്കുന്ന ദുആ എന്താണ് അബൂ ദർ? അബൂ ദർ അൽ-ഗിഫാരി തങ്ങളെ മറുപടി, നഅം ഫിദാക ബി വ ഉമ്മി.
യാ റസൂലല്ലാഹ്, നബിയെ ബാപ്പയെ സമർപ്പിക്കുന്നു, ഉമ്മയെ സമർപ്പിക്കുന്നു. മാ സമയത്തു മിൻ ബശരിൻ, ഞാനൊരു മനുഷ്യനിൽ നിന്നും കേട്ടതല്ല നബി. വഇന്നമാ ഹിയ അശറത്തു അഹ്റുഫിൻ, അത് വെറും അതേ കൊലം 10ഓളം വരുന്ന വാക്കുകളാണ്. അൽഹമനി റബ്ബി യാഹാ ഇൽഹാമാ വഅനാ അദ്ഉ ബിഹി കുല്ല യൗം മർറതൈൻ. ആ പ്രാർത്ഥന ഞാൻ 2 തവണ ദിവസവും 2 പ്രാവശ്യമായി ദിവസവും അല്ലാഹുവോട് ചോദിക്കാറുണ്ട്. അസ്തഖ്ബിലുൽ ഖിബ്ലത, ഞാൻ അങ്ങ് ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കും. ഫഉസബ്ബിഹു ലില്ലാഹി മലിയാ, അല്ലാഹുവേ തസ്ബീഹ് ചൊല്ലു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചൊല്ലും. നീണ്ട സമയം സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റ് ചൊല്ലും. വഅഹ്മദുഹു മലിയാ, ഞാൻ അല്ലാഹുവേ തഹ്മീദ് ചൊല്ലു. അത് അൽഹംദുലില്ലാഹ് ഇങ്ങനെ കുറെ തവണ എന്ന് പറയും. വഉകബ്ബിറുഹു, ഞാൻ ഇങ്ങനെ തക്ബീർ ചൊല്ലും. വഉകബ്ബിറുഹു മലിയാ, ധാരാളം തക്ബീർ അങ്ങ് ചൊല്ലും. എന്നിട്ടാണ് നബിയേ ഞാൻ പ്രാർത്ഥന നടത്തുന്ന നബിയേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ പഠിക്കാൻ കഴിയുന്നവര് പഠിച്ചു വെക്കണം. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാർ കേട്ടാൽ അവരെ മനസ്സിലാക്കി വെക്കും. അവർ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തരും. വലിയ ബഹുമാനമുള്ള ദിക്റായി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അബൂദർ ഗിഫാരി തങ്ങൾ റസൂലുള്ളാഹിക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ദായിമാ വഅസ്അലുക ഖൽബൻ ഖാശിയാ വഅസ്അലുക ഇൽമൻ നാഫിയാ വഅസ്അലുക യഖീനൻ സ്വാദിഖാ വഅസ്അലുക ദീനൻ ഖയ്യിമാ വഅസ്അലുക العافية من كل البلية وأسألك تمام العافية وأسألك دوام العافية وأسألك شكر على العافية وأسألك الغنى عن الناس. ഈ പ്രാർത്ഥന ഞാൻ നടത്തും നബിയേ. ആദ്യം തസ്ബീഹ് ചൊല്ലു, പിന്നെ തഹ്മീദ് ചൊല്ലു, പിന്നെ അല്ലാഹുവേ തക്ബീർ ചൊല്ലു. ഇത് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നടത്തും. ഇതാണ് ഞാൻ ചെയ്യുന്ന അമൽ നബിയേ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഓ നബിയേ, ആരെങ്കിലും നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ടവർ ലാ യദൂ അഹദും മിൻ ഉമ്മതിക ബിഹാദ ദുആ, നിങ്ങളെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഒരാള് പോലും ഈ ദുആ ചെയ്യൂല. അത് അവന്റെ ദോഷം പൊറുത്തിട്ടല്ലാതെ, അവന്റെ നന്മകൾ അധികരിച്ചിട്ടല്ലാതെ, അവന്റെ തുലാശിലേക്ക് നന്മകൾ കൂടിയിട്ടല്ലാതെ, അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടല്ലാതെ അവനാ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകൂല. മലക്കുൽ അംലാക്ക് ജിബ്രീൽ